ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹാവ് എ ടേക്ക് ബ്രേക്കിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഞാൻ ഇന്ന് കുറച്ച് ന്യൂസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചേ ഉള്ളൂ, ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 മാക്സിമം അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. സോ നമുക്ക് ആദ്യത്തെ ന്യൂസിലോട്ട് പോകാം. ലാവ കമ്പനി പുതിയൊരു ഫോൺ ഇട്ടു, ലാവ അഗ്നി 4. അതിന്റെ പ്രൊസസ്സർ വരുന്നത് മീഡിയ ടെക്കിന്റെ 8350 ആണ് വരുന്നത്. പ്രൊസസ്സർ അടിപൊളിയാണ്. പക്ഷേ ഈ അണ്ടർ 30 ഈ ഫോണിൽ എനിക്ക് ഫീച്ചേഴ്സ് വരുന്നത് 60 വാട്ട്സിന്റെ ചാർജിങ്, ആൻഡ്രോയിഡ് 15, 5000 mAh ബാറ്ററി ബാക്കപ്പും ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഒരു 20K അണ്ടറിൽ വരുന്ന ഫോണിലുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇതിൽ ആകെക്കൂടെ എനിക്ക് ഈ ഫോൺ കാണാൻ നല്ല സ്ലിമ്മാണ്. പക്ഷെ ആകെക്കൂടെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീഡിയ ടെക്കിൻ്റെ 8350 പ്രൊസസ്സറാണ്. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കി സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ 30 ഉള്ള ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്തില്ല. പക്ഷേ ഇത് നാളെയാണ് ലോഞ്ച് ചെയ്യുന്നത്. കാണാൻ ഭയങ്കര സ്ലിമ്മാണ്, ഫോൺ നല്ല സ്ലിമ്മാണ്. 50 MB അൾട്രാ വൈഡ് ക്യാമറയും ഫ്രണ്ടും സെൽഫിയും അങ്ങനെ 50 MB ക്യാമറയാണ് വരുന്നത്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ iQ50 പ്രൈസ് ലീക്ക് ആയിട്ടുണ്ട്. നവംബർ 26 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 73,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നവംബർ 26 തൊട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരും ദിവസങ്ങളുടെ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ ഓപ്പോ പുതിയ രണ്ട് ഫോണുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈൻഡ് X90, ഫൈൻഡ് X19 Pro. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സറിന് ഡിമെൻസിറ്റി 9500 പ്രൊസസ്സറാണ് വരുന്നത്. 6.69 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ബ്രൈറ്റ്നസ് വരുന്നത് 3500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 80 വാട്ടിന്റെ സൂപ്പർ വർക്ക് ചാർജും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. ഇതിന്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. 7025 mAh ബാറ്ററി ബാക്കപ്പ്. സാധാരണ ഒരു ക്യാമറ ഫോണിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ബാറ്ററിയുടെ. പക്ഷേ എൻ്റെ സാംസങ് S23 ആണ്. ഈ ഫോണിൽ ഞാൻ ഒരുപാട് ഈ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴും ഇതിന്റെ ബാറ്ററി അത്രയും കുറയും. കാര്യം ബാറ്ററി ബാക്ക് കുറവാണ്. സോ ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളിന് മനസ്സിലാവും ഫോണിൽ എത്രമാത്രം ബാറ്ററി ആവശ്യമുണ്ടെന്ന്. സോ പൊതുവേ ക്യാമറ ഫോണുകൾക്ക് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ പൊതുവെ ഉള്ളതാണ്, കുറവായിരിക്കും. സോ അങ്ങനെ ഓപ്പോ ഇതിൽ ഒരു 7025 mAh ബാറ്ററി ബാക്കപ്പാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈമറി ക്യാമറയിൽ 50 മെഗാപിക്സലിന്റെ LYT8086 സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അൾട്രാ വൈഡിൽ യൂസ് ചെയ്തിട്ടുള്ള സാംസങ്ങിന്റെ സെൻസറായ 50 മെഗാപിക്സൽ ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പെരിസ്കോപ്പിന്റെ ക്യാമറ 50 മെഗാപിക്സലിലും LYT 600 എന്ന് പറഞ്ഞ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ സെൻസേഴ്സ് ഓൾറെഡി റിയൽമി 60 GT എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം ഒരു മൊബൈൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ LYT8086 ഈ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ക്യാമറ 32 MB IMX615 എന്ന് പറഞ്ഞ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് സോണിയുടെ. സോ ഈ സെയിം ക്യാമറ നേരത്തെ ഓപ്പോയുടെ F27 എന്ന് പറഞ്ഞ 5G മൊബൈൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ മൊബൈലിൽ ഈ സെയിം സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൽഫി അടിപൊളിയാണ്. സോ ഇതാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സൊക്കെ. സോ ഈ ഓപ്പോയുടെ ഈ സെഗ്മെന്റിൽ കിട്ടില്ല ക്യാമറയാണ്. കാര്യം ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫോണ്. ഇതിൻ്റെ ബാറ്ററി 7025 mAh ബാറ്ററി വെക്കാൻ, അതാണ് എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. പിന്നെ അതിൻ്റെ പ്രൊസസ്സർ 9500 ഡിമെൻസിറ്റിയുടെ കിടിലം പെർഫോമൻസ് ഉള്ളതാണ്. സോ എന്തുകൊണ്ട് ഇതിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ അടിപൊളിയല്ല, ഭയങ്കര സ്മൂത്താണ് ഈ ഫോൺ. ഞാൻ ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഈ ഫോൺ ഇഷ്ടപ്പെട്ട്. സോ നിങ്ങൾക്കൊരു ക്യാമറ ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു നല്ലൊരു ഓപ്ഷനാണ്. സോ നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. ഫൈൻഡ് X90, 19 Pro 1 lakh above. അതിനേക്കാളും X90 ആണ് ഒരു 75 നമുക്ക് അത്യാവശ്യം നല്ല കിട്ടുന്ന ക്യാമറ ഉള്ള ഒരു ഫോൺ കിട്ടും. പിന്നെ ഇതിൽ AI ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. പിന്നെ 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഹാവ് എ ടെക് ബ്രേക്കിന്റെ ചെറിയ ചെറിയ ന്യൂസുകൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി അടുത്ത വരും ദിവസങ്ങൾ പുതിയ അപ്ഡേറ്റും കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക. സോ അപ്പം നാളെ സന്ധിക്കാം.